إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم كلا إن كتاب الأبرار لفي عليين وما أدراك ما عليون كتاب مرقوم يشهده المقربون اتقوا الله عباد الله أوصيكم وإياي بتقوى الله ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സൊഫിൽ ധാരാളം വിടവുകൾ ഉള്ളതുകൊണ്ട് ആ പുറകിലിരിക്കുന്ന ആളുകളൊക്കെ സൊഫിലേക്ക് കയറിയിരിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിൽ സൂറത്ത് 79 അധ്യായം സൂറത്ത് മുർസലാത്തിലൂടെ അള്ളാഹു പറഞ്ഞൊരു വാക്ക്, വന്നാസിആതി ഗർഖ വന്നാശിതാതി നശ്താ. അതായത് കാഫിറുകളുടെ ആത്മാവുകളെ കാഠിന്യത്തോടെയും പരുഷതയോടെയും ഊരിയെടുക്കുന്ന മലക്കുകളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തിരിക്കുന്നു. വന്നാശിതാതി വന്നാശിതാതി നശ്താ. അല്ലാഹുവിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ അബറാറിങ്ങളായ ആളുകളുടെ ആത്മാക്കളെ എളുപ്പത്തോടെയും സൗമ്യമായും ഊരിയെടുക്കുന്ന മലക്കുകളെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. രണ്ടവസ്ഥകളാണ് പ്രിയമുള്ളവരെ. ഒന്ന് പരുഷതയുടേതാണ്, വൽഇയാദു ബില്ലാഹ്, അല്ലാഹു തആല കാക്കുമാറാകട്ടെ. രണ്ടാമത്തേത് സൗമ്യതയുടേതാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, ഒരു മരണം സംഭവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ റൂഹ് അനുഭവിക്കുന്നുണ്ട്. ഒരു മരണം സംഭവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ മരിക്കുന്ന വ്യക്തിയുടെ റൂഹ് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നമുക്കോ നമ്മൾ മയ്യത്ത് കാണും, ആ മയ്യത്തിന്റെ വീട്ടുകാരെ ആശ്വസിപ്പിക്കും, ആ മയ്യത്ത് കുളിപ്പിക്കും, അതിനെ അനുഗമിക്കും, നിസ്കരിക്കും, ഖബറടക്കും, എന്നിട്ട് നമ്മൾ തിരിച്ചു പോരും. എന്നാൽ ആ മരിക്കുന്ന നിമിഷം മുതൽക്ക് തിരിച്ച് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരേക്കും ആ മരിച്ച വ്യക്തി അനുഭവിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനിന്റെ റൂഹ് ആത്മാവ് അനുഭവിക്കുന്ന അവസ്ഥകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്, നിർബന്ധമാണ്. കാരണം നമുക്കും അത് വരാനുള്ളതാണ്. ഒരു മുഅ്മിനിന്റെ ആത്മാവ് പുറത്തു വന്നാൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള മുഴുവൻ മലായികത്തുകളും അതുപോലെ ആകാശത്തെ മലക്കുകളും അയാൾക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
കൂടാതെ ആ വ്യക്തിക്ക് വേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെടും. മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് ആ റൂഹിനെ മറ്റ് മലായികത്തുകൾ സ്വീകരിക്കുന്നു. പിന്നീട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫനിലും സുഗന്ധത്തിലും അതിനെ അവർ ആക്കുന്നു. അതിനെ സംബന്ധിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത് 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആം 61-ാമത്തെ ആയത്തിലെ വാചകം ഇതിനെ സംബന്ധിച്ചാണ്. എന്താണത്? ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത് തവഫത്തുഹു റസൂലുനാ വഹും ലാ യുഫർരിതൂൻ. അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ നമ്മുടെ ദൂതന്മാർ മലായിക്കത്തുകൾ അവനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. അക്കാര്യത്തിൽ അവരൊരു വിട്ടുവീഴ്ചയും വരുത്തുകയില്ല എന്നാണ്. അഥവാ മരണത്തിന്റെ മലക്കും അദ്ദേഹത്തിന്റെ അനുയായികളും മനുഷ്യന്റെ റൂഹിനെ പിടികൂടുന്നതോടെ നിങ്ങളുടെ ആയുസ് അവസാനിക്കും. എന്നിട്ട് അള്ളാഹ് പറയുന്ന തൊട്ട വാക്കെന്തറിയോ? 61-ന്റെ ശേഷമുള്ളത് സുമ്മ റുദ്ദൂ ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ്. ശേഷം മനുഷ്യരുടെ ആത്മാവുകൾ പിടികൂടപ്പെട്ടവരെല്ലാം അവരുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബിങ്കിലേക്ക് മടക്കപ്പെടുമെന്നാണ്. എന്തിനെന്നറിയോ? അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അവർക്ക് നൽകപ്പെടുന്നതിന് വേണ്ടി. അല്ലാഹു അക്ബർ കബീറ. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും മരിച്ച വീടുകൾ സന്ദർശിച്ചവരാണ്. മരിച്ച ആ ദിവസം നമ്മൾ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ പങ്കെടുത്തവരാണ്. ഇന്നുപോലും ആകാശലോകത്തേക്ക് റൂഹിനെ ഉയർത്തുമ്പോൾ ആകാശലോകത്തുള്ള മലായിക്കത്തുകൾ അതിനെ സ്വീകരിച്ചുകൊണ്ട് പറയും. ഹദീസിന്റെ ഒരു ഭാഗത്ത് കാണാം, വയഖൂൽ അഹ്ലുസ് സമാ, ആകാശത്തുള്ളവർ മലായിക്കത്തുകൾ പറയും, റൂഹുൻ ത്വയ്യിബത്തുൻ ജാഅത് ബിഹി ജാഅത് മിൻ ഖിബലിൽ അർദ്. ഇതാ നല്ലൊരു ആത്മാവ്, അത് ഭൂമിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വഅലാ ജസദിൻ കുൻതി തഅമുരീനഹു. ആ ആത്മാവിനോട് മലക്കുകൾ പറയും, നീ താമസിച്ചിരുന്ന ശരീരത്തിനും അല്ലാഹു കരുണ ചെയ്യട്ടെ. എന്നിട്ട് ഹദീസിന്റെ ബാക്കി കാണാം, ഫയുൻതലഖു ബിഹി ഇലാ റബ്ബിഹി അസ്സ വജൽ. പിന്നീട് അവൻ പ്രതാപിയും മഹാനുമായ തന്റെ റബ്ബിങ്കിലേക്ക് കൊണ്ടുവരപ്പെടുമെന്നാണ്. പ്രിയമുള്ളവർ, ഇതൊരു വല്ലാത്തൊരു അത്ഭുതമാണ് വായിക്കുന്നിടത്ത്. പക്ഷേ ഇതൊരു അനുഭവമാണ് മരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. വീണ്ടും ഹദീസിൽ കാണാം, ഫയസ്അദൂന ബിഹാ, മലക്കുകൾ റൂഹും കൊണ്ട് കയറും. ഫലാ യമറൂന ബിഹാ അലാ മലകിൻ മിനൽ മലായിക അലാ മലകിൻ മിനൽ മലായിക ഇല്ലാ ഖാലൂ മാ ഹാദർ റൂഹു ത്വയ്യിബ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളാക്കുമാറാകട്ടെ. ആ റൂഹുമായി മലായിക്കത്തുകൾ ഏതു മലക്കുകളുടെ സംഘത്തിലൂടെ കടന്നു പോകുന്നുവോ ആ മലക്കുകൾ മുഴുവനും ചോദിക്കും, ഏതാണ് ഈ ഉത്തമമായ റൂഹ്, ഏതാണ്? ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നയാളുടെ മകൻ ഇന്നയാൾ, ബിഅഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ബിഹാ ഫിദ്ദുനിയ. ദുനിയാവിൽ അയാൾക്ക് നൽകപ്പെട്ട പേരുകളിൽ ഏറ്റവും നല്ല നാമം കൊണ്ടാണ് അയാളെ വിളിക്കപ്പെടുക. എന്നിട്ട് നബി പറയാണ്, ഹത്താ യൻതഹു ബിഹാ ഇല അസ്മാഇ ദുനിയ ഫയസ്തഫ്തിഹൂന ലഹു ഫയുഫ്തഹു ലഹു. അങ്ങനെ ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക്, ഒന്നാമത്തെ ആകാശത്തിലേക്ക് അതെത്തിയാൽ അതിനുവേണ്ടി ആകാശത്തെ കവാടം തുറക്കാൻ അവർ ആവശ്യപ്പെടും. ഫയുഫ്തഹു ലഹു, അപ്പോൾ ആ റൂഹിന് വേണ്ടി കവാടം തുറക്കപ്പെടുന്നതാണ്. എനിക്ക് ഖുതുബയുടെ പരിമിതമായ സമയം കൊണ്ട് വിശാലമായി പറയാൻ പറ്റാത്തൊരു മേഖല ഉണ്ട്. ഇതിനില്ല മറ്റൊരിക്കൽ. ആകാശം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് കേവലം കണ്ണുകൊണ്ട് കാണുന്ന ഒരു നീലമയം, ഒരു പുകപടലം. കുറച്ച് ശാസ്ത്രീയമായ സൂചനകൾക്കപ്പുറത്തേക്ക് ആകാശത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും ശിശുക്കളാണ്. എന്നാൽ ആകാശത്ത് ശക്തമായ പാറാവുകാരുണ്ട്, ആകാശത്തിന് കവാടങ്ങളുണ്ട്, ആകാശം ശക്തമാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലേക്കും കടന്നു ചെന്നാൽ ഒന്നും വേണ്ട, നിങ്ങൾ സൂറത്തുൽ മുൽക്ക് മാത്രം ഒന്ന് വായിച്ചാൽ മതി. ആകാശത്തിന്റെ അതിന്റെ ആ ശക്തി, അതിന്റെ പവർ, അതിനെ അള്ളാഹു ഒരുക്കിയ രീതി, അത് വായിച്ചാൽ നമ്മൾ 8ലും 9ലും 10ലും +1 +2 പഠിക്കണ ആ സയൻസ് പുസ്തകത്തിലെ ആകാശ കാഴ്ചയല്ല ഇസ്ലാമിലെ ആകാശ കാഴ്ച. അത് വ്യത്യാസമാണ് പ്രിയമുള്ളവരെ, അത് വ്യത്യാസമാണ്. ഈ ആകാശത്തെ തുറക്കപ്പെടാൻ പറയും, തുറക്കപ്പെടുന്ന فيشيعه من كل سماء مقربوها إلى السماء التي تليها.
ഓരോ ആകാശത്തിലെയും അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച മലായിക്കത്തുകൾ തൊട്ടടുത്ത ആകാശം വരെ ഈ ആത്മാവിനെ പിന്തുടരും. ഒന്നാമത്തെ ആകാശത്തെത്തുന്നു, അത് തുറക്കപ്പെടുന്നു. അവിടുന്ന് വീണ്ടും രണ്ടാമത്തെ ആകാശത്തേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒന്നാം ആകാശത്തുള്ള മലക്കുകൾ ഈ റൂഹിന് അകമ്പടി സേവിക്കും. ആരുടെ റൂഹിന്? ആരുടെ റൂഹിന്? എസ്കോർട്ട്. ആരുടെ റൂഹിന്? ഒരു മുഅ്മിനിന്റെ റൂഹിന്. ആര് പറഞ്ഞു? ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അനുഭവിക്കാനുള്ളതാണ്. എത്രത്തോളം അറിയോ? ഹത്താ യുൻതഹാ ഇലസ് സമാഇ സാബിഅ, ഏഴാം ആകാശത്തിലേക്ക് അതുമായി എത്തുന്നത് വരെ. അപ്പൊ പിന്നെ അല്ലാഹു പറയും ഫയഖൂലുല്ലാഹു അസ്സ വജൽ ഉക്തുബൂ കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ, എന്റെ അടിമയുടെ രേഖ ഇല്ലിയീനിൽ എഴുതുക. രണ്ട് രേഖ പുസ്തകമാണ്, ഒന്ന് ഇല്ലിയീൻ, മറ്റൊന്ന് സിജ്ജീൻ. അള്ളാഹു നമ്മുടെ ഇല്ലിയീൻ രേഖപ്പെടുത്തുമാറാകട്ടെ. ബഹുമാന്യരെ, എന്താണ് ഇല്ലിയൂൻ? സജ്ജനങ്ങളായ ആളുകളുടെ രേഖ. മരിച്ചുപോയ മുഅ്മിനായ വ്യക്തിയുടെ റൂഹ് അവരെ രേഖപ്പെടുത്തുന്നത് ഇല്ലിയൂനിലായിരിക്കും. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞതാണ്. 83 അധ്യായം അതിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്ക്. എന്താണ് വാക്ക്? കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ, നിശ്ചയമായും പുണ്യവാന്മാരുടെ രേഖ ഇല്ലിയൂനിൽ തന്നെയായിരിക്കും. വമാ അദ്റാക മാ ഇല്ലിയൂൻ, ഇല്ലിയൂൻ എന്നാൽ എന്താണെന്ന് നബിയെ താങ്കൾക്കറിയുമോ? കിതാബും മർഖൂം, എഴുതപ്പെട്ട ഒരു രേഖ എത്രയതെന്നാണ്. തഫ്സീറിൽ കാണാം, അതിലെ എഴുത്തൊരിക്കലും മാഞ്ഞു പോവുകയോ അതിലെന്തെങ്കിലും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാനോ സാധിക്കൂലെന്ന്. യശ്ഹദുഹുൽ മുഖറബൂൻ, മുഖറബീങ്ങൾ, സാമീപ്യം സിദ്ധിച്ചവർ അതിന്റെ അടുക്കൽ സന്നിഹിതരാകുന്നതാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അല്ലാമ നാസിറുസ് സഅദി അഹ്ലുസുന്നയുടെ മുഫസ്സിറുകളിൽ പ്രസിദ്ധനാണ്. അദ്ദേഹം പറയുന്നു, ലമ്മ ദക്കറ അന്ന കിതാബൽ ഫുജ്ജാർ ഫീ അസ്ഫലിൽ അംകിനതി വഅളിയഖിഹാ ദക്കറ അന്ന കിതാബൽ അബ്റാരി ഫീ അഅലാഹാ വഔസഇഹാ വഅഫ്സഹിഹാ വഅന്ന കിതാബഹുൽ മർഖൂം. അധർമ്മകാരികളുടെ, ഫാജിറുകളുടെ, തമ്മാടികളുടെ, ശിർക്കും കുഫറും ബിദ്അത്തും മഅസിയത്തുമായി ജീവിച്ചു മരിച്ചുപോയവരുടെ ആളുകളുടെ രേഖ താഴ്ന്നതും ഇടുങ്ങിയതുമായ സ്ഥലത്താണെന്ന്, അഥവാ സിജ്ജിനിലാണെന്ന് അള്ളാഹു പറഞ്ഞതിന് ശേഷം പുണ്യവാന്മാരായവരുടെ രേഖ ഏറ്റവും ഉന്നതവും വിശാലവുമായ സ്ഥാനത്താണെന്ന് പറഞ്ഞു. അവരുടെ രേഖ എഴുതപ്പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഇല്ലിയൂന ഇസ്മുൻ ലിഅഅലൽ ജന്ന, ഇല്ലിയൂൻ എന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗത്തിൽ ഉന്നതമായതാണ്. ഫലമ്മ ദക്കറ കിതാബഹും ദക്കറ അന്നഹും ഫീ നഈമിൻ, അവരുടെ രേഖയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ സുഖാനുഗ്രഹത്തിലാണെന്ന് പറഞ്ഞു. വഹുവ ഇസ്മുൻ ജാമിഉൻ ലിനഈമിൽ ഖൽബി വറൂഹി വൽബദൻ, അതിൽ ഹൃദയവും ആത്മാവും ശരീരവും അനുഭവിക്കുന്ന സർവ്വസുഖങ്ങളും ഉൾപ്പെടുന്നു. അല്ലാഹു അക്ബറു കബീറ. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ വിവരണം തീർത്തും ഹദീസുകൾ അടിസ്ഥാനമാക്കിയ. അടുത്ത വരി എന്താ? യശ്ഹദുഹുൽ മുഖറബൂന, മുഖറബീങ്ങൾ അതിനടുത്ത് സമീപസ്ഥരാണെന്ന് പറഞ്ഞാൽ ഐ മിനൽ മലായികത്തിൽ കിറാം, ആദരണീയരായ മലായികത്തുകൾ, വഅർവാഹിൽ അംബിയാ, അംബിയാക്കളുടെ അർവാഹുകൾ, വസ്സുദ്ദീഖീന വശുഹദാ, സുദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും അർവാഹുകൾ, വയുനവ്വിഹുല്ലാഹ ബിദിക്രിഹിം ഫിൽ മലഇൽ അഅ്ലാ, ഉന്നത ലോകത്ത് അവരെ പരാമർശിക്കുന്നതിലൂടെ അവർ പ്രശസ്തരാകുമെന്നാണ്. നമ്മൾ തീർത്തും ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയല്ല പറയുള്ളത്. ഇത് മുഴുവനും ഞാനും കൂടെ അനുഭവിക്കാൻ പോണതാണ്. ആയത്തിന്റെയും ഹദീത്തിന്റെ അടിസ്ഥാനത്തിൽ, നസൂസുകളിൽ, പ്രമാണങ്ങളിലുള്ളതാണ്. ഇമാം സഅദി പറഞ്ഞ തഫ്സീർ ഒക്കെ പ്രമാണത്തിലുള്ള ഹദീത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു അക്ബർ കബീറ. എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീത്തിൽ തുടർന്ന് കാണാം, അല്ലാഹ് ഇല്ലീനിൽ എഴുതാൻ പറഞ്ഞാൽ മുഅ്മിനിന്റെ ആത്മാവിനോട് പറയപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മലക്കളോട് പറയും, വഅഈദു അബ്ദി ഇലൽ അർള്, എന്റെ അടിമയെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരിക. ഫഇന്നീ മിൻഹാ ഖലഖ്തുഹും, കാരണം അതിൽ നിന്നാണ് ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. വഫീഹാ ഉഈദുഹും, അതിലേക്ക് ഞാൻ അവരെ തിരികെ കൊണ്ടുവരും. വമിൻഹാ ഉഖ്രിജുഹും താറതൻ ഉഖ്റാ,
അതിൽ നിന്ന് മറ്റൊരു പ്രാവശ്യം ഞാൻ അവരെ പുറത്തെടുക്കും. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ. എന്നല്ല പറഞ്ഞത്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. അതിൽ നിന്ന് തന്നെയാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്, അതിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കുന്നു, അതിൽ നിന്ന് തന്നെ മറ്റൊരു പ്രാവശ്യം നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരുന്നു. ഈ ആയത്തിന്റെ തഫ്സീറായി അഅറാഫിലെ 25-ാമത്തെ ആയത്ത് വീണ്ടും കാണാം. ഖാല, അല്ലാഹു ആദം നബിയോടും ഹവ്വായിനോടും മനുഷ്യവർഗത്തോടും മൊത്തത്തിലായി പറഞ്ഞു, ഫീഹാ തഹ്യൗന വഫീഹാ തമൂതൂന വമിൻഹാ തുഖ്റജൂൻ. അതിൽ, ഭൂമിയിൽ, മണ്ണിൽ നിങ്ങൾ ജീവിക്കുകയും അതിൽ നിങ്ങൾ മരിക്കുകയും ചെയ്യും, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്യും. അത് തന്നെയാണ് പ്രിയമുള്ളവരെ അല്ലാഹു മറ്റൊരിടത്ത് പറഞ്ഞത്, അലം നജ്അലിൽ അർദ കിഫാത അഹ്യാഅൻ വഅംവാത. ഭൂമിയെ നാം ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ. ഏതെങ്ങനെ? മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഇന്ന് മരിച്ച സഹോദരി സഹോദരന്മാരുടെ വരെ ഖബറുകൾ മുഴുവനും മണ്ണിനകത്താണ്. നമ്മൾ പുറത്താണ്, അവര് മണ്ണിനകത്താണ്. നാളെ പലരും മണ്ണിന് പുറത്താണ്, അപ്പൊ നമ്മൾ മണ്ണിനകത്താണ്. അഹ്യാഅൻ വഅംവാതൻ. ജീവിച്ചിരിക്കുന്നവരെ ഉൾക്കൊള്ളാൻ ഭൂമി പര്യാപ്തമാണ്, മരിച്ചവരെ ഉൾക്കൊള്ളാനും ഭൂമി പര്യാപ്തമാണ്. അല്ലാഹു അക്ബർ. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിന്റെ ബാക്കി കാണാം. ആ ഭൂമിയിലേക്ക് മടക്കാൻ പറഞ്ഞിട്ട് പിന്നെ പറയും ഫതുആദു റൂഹുഹു. മറ്റൊരു റിവായത്തിൽ തുആദു റൂഹുഹു ഫീ ജസദിഹി. ഈ റൂഹിന് അതിന്റെ ശരീരത്തിലേക്ക് മടക്കണമെന്ന്. നോക്കൂ നിങ്ങൾ, രണ്ട് ഗൗരവമായ കാര്യങ്ങൾ. ഓരോ മരണ വീട് സന്ദർശിക്കുമ്പോഴും ഓരോ മയ്യത്ത് കാണുമ്പോഴും മുസ്ലിമേ നമ്മുടെ മനസ്സിലുണ്ടാകണം ഗൗരവമുള്ള രണ്ട് കാര്യങ്ങൾ. ഇമാം അൽ-ഹഖ് പറഞ്ഞതുപോലെ, നാം മുമ്പൊരു ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ, ഈ മയ്യത്തിന്റെ കാര്യത്തിൽ നടക്കും. ഒന്ന്, ആളുകൾ, ജനങ്ങൾ, വിശ്വാസികൾ ഈ മരണപ്പെട്ട വ്യക്തിയുടെ ശരീരത്തെ മയ്യത്തിനെ ഒരുക്കുകയാണ്. രണ്ടാമത്തത്, മലായിക്കത്തുകൾ ഈ മരണപ്പെട്ട വ്യക്തിയുടെ റൂഹിനെ ഒരുക്കുകയാണ്. ഈ റൂഹിനെ ഒരുക്കിയ കാഴ്ച നമ്മളിപ്പോ കാണുന്നത്. എന്നിട്ടോ കുളിപ്പിക്കുന്നു, ദഫ്നുൽ മയ്യിത്ത്, കഫൻ പുടവ ചുറ്റുന്നു. അവസാനം വീട്ടിൽ നിന്നോ ഹാളിൽ നിന്നോ മുസല്ലയിൽ നിന്നോ, ശരിക്കും ഏറ്റവും അഫ്ളൽ മുസല്ലയാണ്. നമ്മൾ ഈദ്ഗാഹുകളാണ്, അവിടെ നിസ്കരിക്കുന്നു, മലയിൽ പള്ളിയിൽ നിസ്കരിക്കുന്നു, ശേഷം ഖബറടക്കുന്നു. അവിടെ നിന്ന് ആലോചിച്ച് വെക്കണം, എല്ലാം നമുക്ക് അനുഭവമാണ്, എല്ലാ അനുഭവമാണ്. ഈ നിസ്കരിക്കുന്നിടത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രത്യേകമായ തക്ബീറുകൾ, 4 തക്ബീറുകൾ, 5, 7, 9 വരെ തക്ബീറുകൾ. നമുക്ക് പരിചയം 4 മാത്രമാണ്. അതുകൊണ്ട് സമൂഹത്തിൽ ഫിത്നയില്ലാതിരിക്കാൻ പരിചയങ്ങളിൽ തന്നെ നിൽക്കല നല്ലത്. പഠിച്ചിട്ട് മാത്രം മറ്റേക്ക് പോയാൽ മതി. ഈ 4 തക്ബീറിലും നമ്മൾ പ്രത്യേകം ചൊല്ലുന്ന പ്രാർത്ഥനകൾ, അതില് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു പ്രാർത്ഥനയുണ്ട്. 3-ാമത്തെ തക്ബീറിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിലൊരു പ്രാർത്ഥന, അതിങ്ങനെ അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു വആഫിഹി വഅഫു അൻഹു എന്നിങ്ങനെ പറഞ്ഞു പോയിട്ട് തൊട്ട് മുന്നിലിരിക്കുന്ന ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് പുറകിൽ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. അല്ലാഹുവേ, എന്റെ ഭർത്താവാണ്, ഇയാൾക്ക് ഇയാളുടെ ഭവനത്തെക്കാൾ ഉത്തമമായ ഒരു വീടിനെ കൊടുക്കണേന്നാണ്. വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, ഇയാളുടെ കുടുംബത്തെക്കാൾ ഉത്തമമായ ഒരു കുടുംബത്തെ നൽകണേന്നാണ്. പ്രാർത്ഥിക്കുന്നത് ഭാര്യയാണ്, കിടക്കുന്നത് മയ്യത്ത് ഭർത്താവാണ്, അല്ലെങ്കിൽ തിരിച്ചാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ അറിയോ? വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും റൂഹ് പോണവരെ ഓള് പറയില്ല നിങ്ങൾക്കൊരു നല്ല ഇണയുള്ള തരട്ടെ എന്ന്. പക്ഷെ മരിച്ചിട്ടോള് പറയാണ് വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, അല്ലാഹുവേ എന്റെ ഈ ഭർത്താവിന് ഒരു നല്ല ഇണയെ നൽകണേന്നാണ്. ശറഹ് വായിച്ച് നമ്മൾ അന്തപ്പെട്ടു പോകും. ഒന്നില്ലെങ്കിൽ ഹൂർലിങ്ങളിൽപ്പെട്ടവരെ കൊടുക്കണേന്നാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ അർഹതപ്പെട്ട സ്വർഗക്കാരായ മുഅ്മിനീങ്ങൾ ഉണ്ടാവുമല്ലോ, അവരിൽ നിന്നുള്ളവരെ കൊടുക്കണേന്നാ ശറഹ്. അല്ലാഹു അക്ബർ. എത്ര വൈകാരികമായ രംഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണമെന്നറിയോ? എന്നിട്ടും ആളുകൾ ചിരിക്കുന്നു, തമാശ പറയുന്നു, മൊബൈൽ തോണ്ടുന്നു. എങ്ങനെയാണ് ഞാൻ ആലോചിച്ചൊക്കെ എങ്ങനെ കഴിയണത്? അതൊക്കെ ആളുകൾക്ക് അതിന്റെ വൈകാരികത മനസ്സിലാകാത്തതുകൊണ്ടാണ്. ശേഷം ചുമലിലേക്ക് എത്തിയ നേരെ ഖബർസ്ഥാനിലേക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്,
عن سعيد المقبري عن أبيه أنه سمع أبا سعيد الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم قال നബി പറയാൻ إذا وضعت الجنازة واحتملها الرجال على أعناقهم മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് പുരുഷന്മാർ അത് ചുമലിലേറ്റി പുറപ്പെട്ടാൽ നല്ല ഒരാത്മാവാണെങ്കിൽ ഫഇൻ കാനത് സാലിഹതൻ ചുമന്ന മയ്യത്ത് നല്ലൊരു വ്യക്തിയുടേതാണ്, ആണായാലും പെണ്ണായാലും സ്ത്രീയായാലും പുരുഷനായാലും കുട്ടിയായാലും ഒക്കെ. ഖാലത് ആ ചുമലിലേറ്റപ്പെട്ട മയ്യത്ത് കട്ടിൽ കിടക്കുന്ന മയ്യത്ത് ഇങ്ങനെ പറയും ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെയും കൊണ്ട് വേഗം പോവുക, പെട്ടെന്നാകട്ടെ പെട്ടെന്നാകട്ടെ. വഇൻ കാനത് ഗൈറ സാലിഹത്തിൻ ഖാലത്, ഈ ചുമന്നതൊരു സാലിഹായ വ്യക്തിയല്ലെങ്കിൽ ആ മയ്യത്ത് പറയും യാ വൈലഹ ഐന യദ്ഹബൂന ബിഹാ, അഹോ കഷ്ടം, എന്നെ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന മയ്യത്ത് അങ്ങനെ വിളിച്ചു പറയുന്നു. അപ്പൊ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ബുദ്ധിയുടെ കൂർമ്മത കൊണ്ട് ആലോചിക്കും, ഇല്ല പറയുമ്പോഴവരെ ഇത് ദീനാണ്, പ്രമാണമാണ്, ദലീലാണ്. അല്ലാഹുവിന്റെ റസൂല് ബാക്കി പറഞ്ഞതറിയോ, യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴിച്ചിട്ടേ മനുഷ്യരൊഴിച്ച് മറ്റെല്ലാ വസ്തുക്കളും അത് കേൾക്കുന്നതാണ്. എന്താ മനുഷ്യൻ കേട്ടെന്താ അവസ്ഥ എന്നറിയോ, വലൗ സമിഅഹു സായിഖാൻ, വലൗ സമിഅഹു സായിഖാൻ, മനുഷ്യരത് കേട്ടാൽ ബോധം കെട്ടുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിലെ 1314 നമ്പർ ഹദീസാണ്. പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളെ, നമ്മൾ ചുമന്ന, നമ്മൾ വഹിച്ച, നമ്മൾ അനുഗമിച്ച മയ്യത്തുകൾ ഈ രണ്ടാലൊരവസ്ഥയിലാണ്. ഒന്നില്ലെങ്കിൽ ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്നവർ, അല്ലെങ്കിലോ യാ വൈലഹ ഐന യദ്ഹബൂന ബിഹാ എന്ന് പറയുന്നവർ. ഇനി പ്രിയമുള്ളവരെ, നമ്മളേതൊരവസ്ഥയിലായിരിക്കും ചുമക്കപ്പെടുക? നമ്മളെ കട്ടിൽ ചുമക്കുന്നത് എങ്ങനെയായിരിക്കും? ഖദ്ദിമൂനി, എന്നെയും വേഗം കൊണ്ടുപോവുക എന്ന് പറയുന്നവരായിട്ടാണോ? അതല്ല യാ വൈലഹ ഐന യദ്ഹബൂന ബിഹാ, ആ കഷ്ടം, എന്നെ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നവരായിട്ടാണോ? ഏതൊരവസ്ഥയിലാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോഴാണ്? റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ്. ഒരുങ്ങേണ്ടത് എപ്പോഴാണ്? റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ്. തയ്യാറാകേണ്ടതും തീരുമാനമെടുക്കേണ്ടത് ഇപ്പോഴാണ്, റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ്. പിന്നീട് ഖബറടക്കും, തസ്ബീഹ് ചോദിക്കും, ആളുകൾ പിരിഞ്ഞു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ്ദിമൂനി എന്ന് പറയുന്ന മലായിക്കത്തുകൾ ആശ്വസിപ്പിക്കുന്ന, സന്തോഷ വാർത്ത അറിയിക്കുന്ന, അല്ലീനിൽ രേഖപ്പെടുത്തപ്പെടുന്ന ആത്മാക്കളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഒരുപാട് മയ്യത്തുകൾ അനുഗമിക്കുകയും ഒരുപാട് ഖബർസ്ഥാനുകൾ കാണുകയും ചെയ്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും. നമ്മളങ്ങനെ ഈ മയ്യത്തിനെ കൊണ്ടുപോകും, പള്ളിയിൽ വെച്ച് നിസ്കരിക്കും. സാധാരണ നമ്മുടെ നാട്ടിലെങ്ങനെയാണ്. എന്നിട്ട് നേരെ ഖബർസ്ഥാനിലേക്ക് മയ്യത്തെടുക്കും. അവസാനം മയ്യത്ത് ഖബറടക്കിയിട്ട് നമ്മൾ തിരിച്ചു പോരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 2870 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇന്നൽ മയ്യിത ഇദാ വുദിഅ ഫീ ഖബരിഹി, തീർച്ചയായും ഒരു മയ്യത്ത് തന്റെ ഖബറിൽ വെക്കപ്പെട്ടാൽ, ഇന്നഹു ലയസ്മഉ ഖഫ്ഖ നിആലിഹിം ഇദൻ സറഫൂന, നിശ്ചയമായും മയ്യത്ത് ഈ വെച്ചിട്ട് തിരിച്ചു പോകുന്ന ആളുകളുടെ ചെരുപ്പടി ശബ്ദം ആ മയ്യത്ത് കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ ഹദീസായിട്ടാണ്. ഫതുആദു റൂഹുഹു ഫീ ജസദിഹി, നമ്മൾ വെക്കണ വരെയും റൂഹല്ല. നമ്മൾ വെച്ചിട്ട് തസ്ബീഹ് ചോദിക്കുമ്പോഴും റൂഹല്ല.
നമ്മൾ തിരിച്ചു പോരുമ്പോഴേക്കാണ് അല്ലാഹു റൂഹിനെ റൂഹുഹു എന്ന് നേരത്തെ പറഞ്ഞല്ലേ അതിലേക്ക് മടക്കുന്നത്. ഹദീത്ത് കൊണ്ട്, പ്രമാണം കൊണ്ട് അങ്ങനെയാണ് ലഭിക്കുന്നത്. അല്ലാഹു അഅലം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതിന്റെ ഗൗരവത്തില്. റൂഹ് ഖബറിൽ അടക്കപ്പെട്ട ശരീരത്തിലേക്ക് മടങ്ങും. തസ്ബീത്ത് നടത്തും നമ്മൾ. എന്താ തസ്ബീത്ത്? നമ്മുടെ നാട്ടിൽ മുദ്രാവാക്യങ്ങളാണ് ചിലപ്പോഴൊക്കെ തസ്ബീത്ത്, ഏറ്റി ചൊല്ലലുകളാണ് തസ്ബീത്ത്. അല്ല പ്രിയമുള്ളവരെ, തസ്ബീത്ത് ഒരു ദുആയാണ്. ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാമത്തുൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ജനായിസിലൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? 2 വാക്കുകൾ ഹദീസിൽ സ്ഥിരപ്പെട്ടത്. ഒന്ന് അല്ലാഹുമ്മ ഗഫിർ ലഹു, 2 അല്ലാഹുമ്മ സബ്ബിത്ഹു. വേറെ മൂന്നാമതൊരു വാക്ക് നമ്മൾ ഹദീസിന് കാണൂല. ഇതാണ് തസ്ബീത്ത്. ഇതാണ് ചൊല്ലേണ്ടത്. എങ്ങനെ ചൊല്ലേണ്ടത്? മൗനമായി, ഒരു പ്രാർത്ഥനയായി. മൗനമായി നല്ല ഒരു പ്രാർത്ഥനയായി അവനവന്റെ നഫ്സിനെ കേൾപ്പിക്കുന്ന രീതിയിൽ. ഏറ്റ് ചൊല്ലലല്ല, ചൊല്ലിക്കൊടുക്കലല്ല, പ്രകടനമല്ല. അതും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം കൂടി. ഒരു ഫിഖ്ഹ് മാത്രത്തിന്റെ കൂടെ എന്ന് പറയാണ് യാദൃശ്യമായിട്ട്. ശരിക്കും ദുആന്റെ മര്യാദയിൽപ്പെട്ടതാണ് ഖിബിലയിലേക്ക് തിരിയാന്നുള്ളത്. അപ്പൊ ശരിക്ക് ഇപ്പൊ മയ്യത്ത് ഇവിടെയാണ് കിടക്കണമെങ്കിൽ ആ മയ്യത്തിന് വേണ്ടി അത്യാവശ്യം വേണ്ട പണിക്കാർ മാത്രമേ ഇപ്പുറത്തെ സൈഡ് നിൽക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള ആളുകൾ മുഴുവനും ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിൽക്കേണ്ടത്. അവർ പ്രാർത്ഥിക്കേണ്ടത് ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ്. പ്രാർത്ഥനയുടെ ആദാബുകളിൽ പെട്ടതാണത്. നിങ്ങൾ പരിശോധിച്ച് നോക്കി, മയ്യത്തുമായി ബന്ധപ്പെട്ട, ജനായിസുമായി ബന്ധപ്പെട്ടിടത്തൊക്കെ കിതാബിൽ അങ്ങനെ കാണുള്ളൂ. അല്ലാതെ വട്ടം കൂട്ടിയിട്ട് 4 പുറം നിന്നിട്ടുള്ള ആ ഒരു നമ്മുടെ നാട്ടിൽ കാണുന്ന രീതി അത് അഹ്ലുസുന്നത്തിന് പരിചയമില്ലാത്താണ്. ഒരുപക്ഷെ അബദ്ധം കൊണ്ടാണ്, അശ്രദ്ധ കൊണ്ടാണ്. എല്ലാവരും ഖിബിലയിലേക്ക് തിരിയുക എന്നതാണ് അതിന്റെ ശരിയായ രീതി എന്ന സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തസ്ബീത്ത് നടത്തിയിട്ട് നമ്മൾ മടങ്ങിപ്പോരും. നമ്മുടെ ചെരുപ്പിന്റെ ശബ്ദം ആ മയ്യത്ത് കേൾക്കുന്ന. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഞാൻ ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. ആ ചെരുപ്പടി ശബ്ദത്തിൽ ഏതൊക്കെ ഉണ്ടാകും? അയാളുടെ മക്കളുടേതും ബന്ധപ്പെട്ടവരുടേതും ഉറ്റവരുടേതും ഉണ്ടാകൂലേ? ബാപ്പാന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് പോരില്ലേ മോൻ? ബാപ്പ കേൾക്കുന്ന ചെരുപ്പടി ശബ്ദത്തിൽ മക്കളില്ലേ? കൂടപ്പറപ്പുകളില്ലേ? സുഹൃത്തുക്കളില്ലേ? ഉസ്താദുമാരില്ലേ? ശിഷ്യന്മാരില്ലേ? ഉണ്ടാവൂലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അവിടെ നിന്ന് ആലോചിക്കും, വല്ലാത്തൊരു രംഗാണ്. മരണം വരെ എല്ലാരും കൂടെയുണ്ട്. മരണം വരെ എല്ലാരും കൂടെയുണ്ട്. എന്നാൽ ഖബർ വരെ സമ്പത്തും കുടുംബവും കർമ്മങ്ങളും മാത്രം കൂടെയുണ്ട്. എന്നാൽ അവസാനം ഖബറിൽ നമ്മുടെ കൂടെ ഒന്ന് മാത്രം. അതെന്തറിയോ? കർമ്മങ്ങൾ മാത്രം, അമലുകൾ മാത്രം, നമ്മുടെ അമലുകൾ മാത്രം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യത്ബഉൽ മയ്യിത തലാതത്തുൻ, മയ്യത്തിനെ 3 കാര്യങ്ങൾ പിന്തുടരും. ഫയർജിഉ ഇത്നാൻ വയബ്ഖാ മഅഹു വാഹിദുൻ, 2 മടങ്ങും, 1 മാത്രം മയ്യത്തിന്റെ കൂടെ ഖബറിൽ ബാക്കിയാകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യത്ബഉഹു, ആ മയ്യത്തിനെ അനുഗമിക്കുന്നത്, ഖബറിലേക്ക് അനുഗമിക്കുന്നത്, അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവന്റെ കുടുംബന്റെ കൂടെ, അവന്റെ സ്വത്തിന്റെ കൂടെ, അവന്റെ സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങൾ എന്താണോ അവൻ ചെയ്തത് അതും അവന്റെ കൂടെ ഉണ്ട്. എന്നിട്ടോ നബി പറയാൻ, ഫയർജിഉ അഹ്ലുഹു വമാലുഹു, കൊണ്ടുപോയി ആ കുഴിക്കകത്തേക്ക് തള്ളിയിട്ടിട്ട് മീസാൻ കല്ല് വെച്ചിട്ട് പോരാണ്, മടങ്ങിപ്പോരാണ്. അഹ്ലുഹു വമാലുഹു, ഇത്രയും കാലം ജീവിച്ചത് അഹ്ലുഹു വമാലുഹു. എന്നാൽ അവിടെയൊക്കെ പലപ്പോഴും നഷ്ടപ്പെടുത്തിയത് അമല് മാത്ര, 1 മാത്രം കൂടെ. വയബ്ഖാ അമലുഹു, അമല് മാത്രം ഖബറിൽ കൂടെ എന്നാണ്. ഈ ഹദീസിന്റെ ശറഹ് എന്തറിയോ? മരിച്ചയാളുടെ ഖബറിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്ന ഈ അമല് മാത്രമാണ് മരണാനന്തര ജീവിതത്തിലെ അയാളുടെ വിധി നിർണയിക്കുന്നതിന് കാരണമാകുന്നതെന്നാണ്. ഈ ഹദീസിൽ പൂർവികരെ തൊട്ട് കാണാം പ്രോത്സാഹനവും ഭയപ്പെടുത്തലുമുണ്ട്. തർഗീബും, വല്ലാത്തൊരു വാക്കാണ്. പ്രോത്സാഹനമുണ്ട്, പേടിപ്പിക്കലുണ്ട്. ഒന്നെന്തറിയോ? ഒരു വ്യക്തിക്ക് തന്റെ ഖബറിൽ അവശേഷിക്കുന്നതും മരണാനന്തര ജീവിതത്തിൽ പ്രയോജനകരവുമായ എല്ലാ സൽക്കർമ്മങ്ങളും ഈ ലോകത്ത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിനുള്ള പ്രോത്സാഹനം ഈ ഹദീസിലുണ്ട്. അങ്ങനെ അത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിലൊരു കാരണമായി തീരുന്നതാണ്. രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാല്, ഈ ലോകത്ത് മനുഷ്യര് മുഖ്യമായി കാണുന്നത് എന്താണോ അതിന്റെ അപ്രസക്തി,
ആ പ്രസക്തി പേർത്തും പേർത്തും നമ്മെ ബോധിപ്പിക്കുന്ന ഒരു ഹദീസാണ്. എല്ലാം അവിടെ കൊണ്ടേറ്റാണ് ഇടുകയാണ്, എന്നിട്ട് തിരിച്ചു പോരാണ്. അതുവരെ ജീവിച്ചതെന്താണോ അത് മാത്രം കൂടെ ബാക്കിയാകണം. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബറിൽ നമ്മുടെ കൂടെ ഖബറിൽ കിടക്കാൻ മാത്രം, കൂട്ടുകൂടാൻ മാത്രമുള്ള സൽക്കർമ്മങ്ങൾ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടൊരു ജീവിതം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ, അനുസരിക്കാൻ, അദ്ദേഹത്തെ പിൻപറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അല്ലാഹുക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവർ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഇന്നുപോലും നമ്മുടെ പള്ളിയുടെ അടുത്ത് ഒരു പ്രദേശത്ത് അടുത്ത് പോലും മരണപ്പെട്ടു പോയ സഹോദരിമാർ, അല്ലാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ ഏതൊരു നിമിഷവും നമ്മളും പോകാനുള്ളവർ അല്ലാഹു ഈമാനോടുകൂടി, എവിടെ മരിച്ചാലും ഈമാനോടുകൂടി അല്ലാഹു മരിപ്പിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, അട്ടിയോടിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അല്ലാഹുർക്ക് സമാധാനം ചൊരിയുമാറാവട്ടെ. അല്ലാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളുടെ കണ്ണുനീർ അല്ലാഹു തുടക്കുമാറാകട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളുടെ പുഞ്ചിരിയെ അല്ലാഹു ലോകത്തിന് ഒരു അലങ്കാരമാക്കി തീർക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ ഹറമിലും മസ്ജിദുൻ നബവിയിലും നിസ്കരിച്ചതുപോലെ ഈ സാധുക്കളായ നമുക്ക് മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആ മസ്ജിദുൽ അഖ്സയെ അല്ലാഹു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുമാറാവട്ടെ. ഷിയകളിൽ നിന്ന്, റാഫിദുകളിൽ നിന്ന്, ഇഖ്വാനികളിൽ നിന്ന് അല്ലാഹു തആല മണ്ണിനെ മോചിപ്പിക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.